We simplify learning. For +1, +2, NEET and JEE. Download the app now. ഹായ് ഓൾ, എല്ലാ കൂട്ടുകാർക്കും ടെല്ല ക്ലാസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിന് ഇൻട്രൊഡക്ഷൻ സെക്ഷൻ നോക്കിയായിരുന്നു അല്ലേ? അപ്പോൾ നമ്മൾ റൂട്ടിനെ കുറിച്ചും സ്റ്റെമ്മിനെ കുറിച്ചും നമ്മൾ പഠിച്ചായിരുന്നു ടീച്ചർ. റൂട്ടും സ്റ്റെമ്മും നമ്മൾ കംപ്ലീറ്റ് ചെയ്തായിരുന്നല്ലേ? ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പുതിയ ടോപ്പിക്കാണ് ലീഫ്. ലീഫുമായി ബന്ധപ്പെട്ട കുറച്ച് ടേംസ് ഉണ്ട്. കുറച്ച് വിശദമായിട്ട് തന്നെ നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കേണ്ട ഒരു ഭാഗമാണ് ലീഫ് എന്ന് പറയുന്നത്. ടീച്ചറെ, അപ്പോൾ നമുക്ക് ലീഫിനെ കുറിച്ച് നോക്കാം. Leaves originate from shoot apical meristems and are arranged in an acropetal order. അപ്പോൾ ലീഫ് ഒറിജിനേറ്റ് ചെയ്യുന്നത് ഷൂട്ട് എപ്പിക്കൽ മെരിസ്റ്റത്തിൽ. അതെ, ഷൂട്ട് എപ്പിക്കൽ മെരിസ്റ്റത്തിൽ നിന്ന്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. നമ്മൾ ഇനി പഠിക്കുക എന്താണ് എപ്പിക്കൽ മെരിസ്റ്റം എന്ന് പഠിക്കും. എപ്പിക്കൽ മെരിസ്റ്റം എന്താണെന്ന് പഠിക്കുന്ന സമയത്ത് നമ്മൾ റൂട്ട് എപ്പിക്കൽ മെരിസ്റ്റത്തെ കുറിച്ചും ഷൂട്ട് എപ്പിക്കൽ മെരിസ്റ്റത്തെ കുറിച്ചും പഠിക്കും. നമ്മൾ അനാട്ടമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സിലാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ലീഫ് ഒറിജിനേറ്റ് ഫ്രം ഷൂട്ട് എപ്പിക്കൽ മെരിസ്റ്റം. ബ്രീഫ് ആയിട്ടൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഷൂട്ട് എപ്പിക്കൽ മെരിസ്റ്റം എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും. ഷൂട്ട് നമുക്കറിയാലോ, സ്റ്റെമ്മിന്റെ ടിപ്പിലിരിക്കുന്ന മെരിസ്റ്റത്തെയാണ് നമ്മൾ ഷൂട്ട് എപ്പിക്കൽ മെരിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഷൂട്ട് എപ്പിക്കൽ മെരിസ്റ്റത്തിൽ നിന്നാണ് ആര് ഒറിജിനേറ്റ് ചെയ്യുന്നത്? ലീഫ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. അതുപോലെ എല്ലാ പ്ലാന്റുകളിലും ലീഫ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അക്രോപീറ്റൽ ഓർഡറിലായിരിക്കും. എന്ന് പറഞ്ഞാൽ യങ് ലീവ്സ് ആർ അറേഞ്ച്ഡ് ഇൻ ദ ടിപ്പ്. അഗ്രഭാഗത്തായിട്ട്, സ്റ്റെമ്മിന്റെ അഗ്രഭാഗത്തായിട്ട് യങ് ലീഫുകളും ആൻഡ് ഓൾഡർ ലീവ്സ് ആർ അറേഞ്ച്ഡ് ഇൻ ദ ബേസ്. ഓൾഡർ ലീവ്സ് ബേസിലുമായിട്ടായിരിക്കും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ലീഫ് എന്ന് പറയുന്നത് എന്താണ്? ഷൂട്ട് എപ്പിക്കൽ മെരിസ്റ്റത്തിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്ത് വന്നവരാണ് ലീഫ് എന്ന് പറയുന്നത്. അത് ഏതൊരു പ്ലാന്റ് എടുത്താലും ലീഫിന്റെ ഒരു പ്രത്യേകത എന്താ? അറേഞ്ച് ചെയ്തിരിക്കുന്നത് അക്രോപീറ്റൽ ഓർഡറിലായിരിക്കും. അപ്പൊ എന്താണ് ടീച്ചർ അക്രോപീറ്റൽ ഓർഡർ? യങ്ങർ ലീവ്സ് ആർ അറേഞ്ച്ഡ് ഇൻ ദ ടിപ്പ് ഓഫ് ദ സ്റ്റെം ആൻഡ് ദ ഓൾഡർ ലീവ്സ് ആർ അറേഞ്ച്ഡ് ഇൻ ദ ബേസ് ഓഫ് ദ സ്റ്റെം. ഓക്കെ, ആൻഡ് ദേ ആർ ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് വെജിറ്റേറ്റീവ് ഓർഗൻസ് ഫോർ ഫോട്ടോസിന്തസിസ്. അതായത് ഫോട്ടോസിന്തസിസ് ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വെജിറ്റേറ്റീവ് ഓർഗൻ ആണ് ഈ പറയുന്ന ലീഫ് എന്ന് പറയുന്നത്. നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ ഇങ്ങനെ പറയാറുണ്ട്, ലീഫ് ഈസ് ദ കിച്ചൺ ഓഫ് പ്ലാന്റ് എന്ന് പറയാറുണ്ട് അല്ലെ? അപ്പൊ ഫോട്ടോസിന്തസിസ് നടക്കുന്ന മേജർ ആയിട്ടുള്ള, അപ്പം ലീഫിൽ വെച്ച് മാത്രമേ ഫോട്ടോസിന്തസിസ് നടക്കുമെന്ന് കരുതരുത്. പ്ലാന്റിന്റെ എല്ലാ ഗ്രീൻ പാർട്സിൽ വെച്ചും ഫോട്ടോസിന്തസിസ് ചെയ്യാൻ പറ്റും. പക്ഷെ മെജോറിറ്റി ഓഫ് ഫോട്ടോസിന്തസിസ് അതിന്റെ റേറ്റ് കൂടുതൽ എവിടെയായിരിക്കും? ലീഫിലായിരിക്കും. ഓക്കെ, അപ്പൊ ലീഫില് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താ? അവിടെ വെച്ചിട്ട് എന്ത് നടക്കുന്നുണ്ട്? ഫോട്ടോസിന്തസിസ് നടക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ലീഫിന്റെ ഒരു വളരെ വ്യക്തമായിട്ടുള്ള ഒരു സ്ട്രക്ചറിനെ കുറിച്ചാണ്. ലീഫിന്റെ പാർട്സ്. അപ്പൊ പ്രധാനമായിട്ട് നമ്മൾ ലീഫിൽ നോക്കുമ്പോൾ ടിപ്പിക്കൽ ലീഫ് കൺസിസ്റ്റ് ഓഫ്, ഒരു പ്രധാനപ്പെട്ട ഒരു സാധാരണ ലീഫിൽ പ്രധാനമായും നമുക്ക് 3 റീജിയൻസ് കാണാൻ പറ്റും. 3 മെയിൻ പാർട്സ്. ഫസ്റ്റ് പാർട്ട് ഈസ് കാൾഡ് ലീഫ് ബേസ്, second part is called petiole, and third part is called leaf lamina. ഓക്കെ, ഒരു കൃത്യമായ ഒരു ലീഫ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ പ്രധാനപ്പെട്ട 3 ഭാഗങ്ങളുണ്ട്. ലീഫ് ബേസ്, പീറ്റിയോള്, അതോടൊപ്പം തന്നെ ലീഫ് ലാമിന. നിങ്ങളുടെ NCERT ടെക്സ്റ്റിൽ അതിന്റെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഫിഗർ വെച്ച് ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം ടീച്ചറെ. എന്താണ്, നമുക്ക് പിന്നീട് ഡെഫിനിഷൻ നോക്കാം. അതിനു മുമ്പ് ഒന്ന് പറയുകയാണ്. അപ്പൊ ഇതൊരു ലീഫ് ആണെന്ന് എല്ലാവർക്കും അറിയാലോ. ഈ ലീഫിനേതായി ഇതൊരു സ്റ്റെമ്മിന്റെ പാർട്ടാണ്. ഈ സ്റ്റെമ്മുമായിട്ട് ലീഫിനെ അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പാർട്ടുണ്ട്. ഈ ഒരു പാർട്ട് നോക്കുകയാണെങ്കിൽ ലീഫിനെ ഇവിടെ എന്ത് ചെയ്ത് വെച്ചിരിക്കുക? അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുക. അപ്പൊ ലീഫിനെ സ്റ്റെമ്മുമായി അറ്റാച്ച് ചെയ്യുന്ന റീജിയനെ പറയുന്ന പേരാണ് ലീഫ് ബേസ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ലീഫിനെ സ്റ്റെമ്മുമായി അറ്റാച്ച് ചെയ്യുന്നതായി ഈ ഒരു ഭാഗത്തെ നമ്മൾ പറയുന്ന പേരാണ് ലീഫ് ബേസ്. ഇനി നോക്കി കഴിഞ്ഞാൽ നമുക്ക് രണ്ടാമത്തെ ഭാഗം കാണാം, പീറ്റിയോൾ. സ്റ്റോക്ക് ഓഫ് ദ ലീഫ് ഈസ് കാൾഡ് പീറ്റിയോൾ. സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ പിടി എന്ന അർത്ഥം. അപ്പൊ ലീഫിന്റെ ഈ ഒരു പിടി, ഈ ഒരു ഭാഗം, അതെ, ഈ ഒരു പിടിയാണ് നമ്മൾ എന്ത് പറയാ? പീറ്റിയോൾ എന്ന് പറയാ. ഇനി നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു ലീഫ് ലാമിന കാണാൻ പറ്റും. ലീഫിന്റെ ഒരു ബ്രോഡർ ആയിട്ടുള്ള ഫോട്ടോസിന്തസിസ് ചെയ്യുന്ന, അതെ, ഒരു ലാർജ് പോർഷൻ നമുക്ക് കാണാൻ പറ്റും. ദിസ് ഈസ് കാൾഡ് ലീഫ് ലാമിന. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലീഫ് ലാമിന. അല്ലെങ്കിൽ ടീച്ചർ അതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ലീഫ് ബ്ലേഡ് എന്ന് വിളിക്കും. ലീഫ് ബ്ലേഡ് എന്ന് എല്ലാരും ബ്ലേഡ് എന്ന് പറയുമ്പോൾ വിചാരിക്കും ആണെന്ന് കരുതും അല്ലെ? ലീഫ് ബ്ലേഡ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അറിയാം, നമ്മൾ മുറിക്കാൻ ഉപയോഗിക്കുന്ന ബ്ലേഡ്. അപ്പൊ ഈ ഒരു സൈഡ് അല്ലേ? അപ്പം ഇതിന്റെ ഈ ഒരു മാർജിൻ ആണെന്ന് കരുതും. ഇത് ലീഫ് മാർജിനാ. ലീഫ് ബ്ലേഡ് എന്ന് പറഞ്ഞാൽ ലീഫ് ലാമിനയുടെ മറ്റൊരു പേരാ. അതായത് ഈ ഒരു റീജിയൻ മുഴുവനായിട്ട്, ആ ഹോൾ പോർഷൻ മുഴുവൻ, ആ ബ്രോഡർ റീജിയൻ മുഴുവനാണ് നമ്മൾ എന്ത് വിളിക്കുക? ലീഫ് ലാമിന എന്ന് പറയാ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓരോന്നും എന്താണ് നമുക്കൊരു ഡെഫിനിഷനിലൂടെ കാണാൻ ടീച്ചറെ. ആദ്യം സാർ പറഞ്ഞതുപോലെ തന്നെ ലീഫ് ബേസ് എന്താന്ന് നോക്കി. ദ പാർട്ട് ദാറ്റ് അറ്റാച്ച് ദ ലീഫ് വിത്ത് ദ സ്റ്റെം. അതായത് ഇലയുടെ ഏത് ഭാഗമാണോ സ്റ്റെമ്മുമായി അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഭാഗം ഉണ്ടാവില്ലേ, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലീഫ് ബേസ് എന്ന് പറയാം. ദ പാർട്ട് ദാറ്റ് അറ്റാച്ച് ദ ലീഫ്
വിത്ത് ദ സ്റ്റെമ്മുമായിട്ട് ഇല എന്ത് ചെയ്ത് വെച്ചിട്ടുണ്ട്, അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഭാഗത്തെ വിളിക്കുന്ന പേരാണ് ലീഫ് ബേസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് പീറ്റിയോൾ ആണ്. പീറ്റിയോൾ, ദ സ്റ്റോക്ക് ഓഫ് ദ ലീഫ് ഈസ് കാൾഡ് പീറ്റിയോൾ. അതായത് ലീഫിന്റെ സ്റ്റോക്ക്, ലീഫിന്റെ ആ ഒരു പിടിയെ പറയുന്ന പേരാണ് പീറ്റിയോൾ. ഓക്കെ, ഇനി അടുത്തത് സർ പറഞ്ഞതുപോലെ തന്നെ ലീഫ് ലാമിന എന്ന് പറയുന്നത് ഗ്രീൻ എക്സ്പാൻഡഡ് പോർഷൻ ഓഫ് എ ലീഫ് ഈസ് കോൾഡ് ലീഫ് ലാമിന. അതായത് ആ ഒരു ഇലയുടെ നമ്മൾ കാണപ്പെടുന്ന ഒരു വലിയ പാർട്ട് ഉണ്ടായിരുന്നു, ഗ്രീൻ എക്സ്പാൻഡഡ് ആയിട്ടിരുന്ന നമ്മളിങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഈ ഒരു എക്സ്പാൻഡഡ് ആയിട്ടിരിക്കുന്ന ഈ റീജിയനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലീഫ് ലാമിന എന്ന് പറയുന്നത്. ഇനി ടീച്ചർ നമ്മൾ ലാമിനയിൽ നോക്കുമ്പോൾ there we can see a main vein. അതെല്ലാവർക്കും അറിയാം, നടുക്കൂടെ നമുക്ക് ഇങ്ങനെ ഒരു മെയിൻ വെയിൻ കാണാൻ പറ്റും അല്ലേ. അപ്പൊ ഇതിനെ വിളിക്കുന്ന പേരാണ് മിഡ് റിബ് എന്ന് പറയാം. The main vein of a leaf is called midrib. ഇനി അത് മാത്രമല്ല, ഈ മെയിൻ വെയിനിൽ നമ്മൾ തന്നെ ചിത്രങ്ങളൊക്കെ വരയ്ക്കുമ്പോൾ ഈ രീതിയിൽ ഇങ്ങനെ പുറത്തേക്ക് ബ്രാഞ്ചസ് വരയ്ക്കാറുണ്ട്. അപ്പൊ ഈ ബ്രാഞ്ച് വെയിൻസിനെ നമ്മൾ എന്ത് പറയും? The branches of midrib is called veinlets. അതെ, veinlets എന്ന് പറയും. അപ്പോ മിഡ്രിബും ഉണ്ട്, വെയിൻലെറ്റ്സും ഉണ്ട്. അപ്പൊ ഇവയാണ് ശരിക്കും ഒരു ലീഫ് ലാമിനെ കാണപ്പെടുന്ന പാർട്സ് എന്ന് പറയുന്നത്. അപ്പൊ നടുക്കൂടെ ഒരു മെയിൻ വെയിൻ കാണാൻ പറ്റും, മിഡ്രിബ് എന്ന് പറയും. അതിൽ നിന്നുണ്ടായി വരുന്ന ലാറ്ററൽ ബ്രാഞ്ചുകളെ നമ്മൾ എന്ത് പറയും? വെയിൻലെറ്റ്സ് എന്ന് പറയും. അപ്പൊ ഒരു ഇല എടുത്തു കഴിഞ്ഞാൽ അതിന് പ്രധാനമായിട്ട് 3 ഭാഗങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന് അതിന് ലീഫ് ബേസ് ഉണ്ടാവും, പിന്നെ അതിനൊരു പീറ്റിയോൾ ഉണ്ടാകും, പിന്നെ മേജർ പോർഷൻ ആയിട്ടുള്ള ലീഫ് ലാമിന. ലീഫ് ലാമിനക്കകത്ത് മെയിൻ ആയിട്ട് ഒരു മേജർ വെയിൻ പോകുന്നുണ്ട്, അതിനെ നമ്മൾ മിഡ്രിബ് എന്ന് വിളിച്ചു. അതിന്റെ ബ്രാഞ്ചസിനെ നമ്മൾ വെയിൻലെറ്റുകൾ എന്ന് വിളിച്ചു. ഓക്കെ, ഇനി ബാക്കി പോർഷൻ നോക്കി. ദ ബഡ്സ് റേസ്ഡ് ഫ്രം ആക്സിൽ ഓഫ് ലീഫ് ഈസ് കോൾഡ് ആക്സിലറി ബഡ്. ഓക്കെ ടീച്ചർ, ഈ ചിത്രത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ലീഫിന്റെ ആക്സിൽ അഥവാ ബേസ് ആണല്ലോ ഇത്. അപ്പോ ഈ ഒരു ആക്സിൽ നിന്ന് മുകളിലേക്ക് ഒരു ബഡ് വരുന്നത് കണ്ടില്ലേ? ഈ ബഡിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ആക്സിലറി ബഡ് എന്ന് വിളിക്കുക. ഓക്കെ, അപ്പൊ ദ ബഡ് റേസ്ഡ് ഫ്രം ദ ആക്സിൽ ഓഫ് ലീഫ്, ലീഫിന്റെ ആക്സിൽ നിന്നുണ്ടായി വരുന്ന ബഡിനെ വിളിക്കുന്ന പേരാണ് ആക്സിലറി ബഡ്. നമ്മൾ നേരത്തെ പറഞ്ഞ ലാറ്ററൽ സൈഡിൽ ഉണ്ടാകുന്ന ബഡിന്റെ പേരാണ് ആക്സിലറി ബഡ് എന്ന് പറഞ്ഞത്. അപ്പൊ ഈ ആക്സിലറി ബഡ് നാളെ എന്തായി മാറും? ചിലപ്പോൾ ഒരു ബ്രാഞ്ച് ആയിട്ട് അങ്ങ് മാറും, ചിലപ്പോൾ അതൊരു ഫ്ലവർ ബഡ് ആയിരിക്കും, ചിലപ്പോൾ ഒരു ഫ്ലവർ, ചിലപ്പോൾ അതൊരു ലീഫ് ആവാം. അപ്പൊ അങ്ങനെ ആക്സിലറി ബഡിന് എന്തായിട്ട് വേണമെങ്കിലും മാറാൻ വേണ്ടിയിട്ട് പറ്റും. ചില ആക്സിലറി ബഡുകൾ വളരുകയില്ല, അവിടെ തന്നെ വെച്ച് അങ്ങ് റെഡ്യൂസ്ഡ് ആയി പോവുകയും ചെയ്യും. ഇനി the reduced leaf in the leaf base is called a stipule. അപ്പൊ അതായത് ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ആക്സിലറി ബഡ് ഇപ്പൊ നമ്മൾ കണ്ടു. അതായത് ഈ ഫിഗർ നോക്കിയേ സർ, ഇവിടെ നമുക്ക് വലിയൊരു ലീഫ് കാണാം. ഈ ലീഫിന് താഴെ ഈ ലീഫിനെ പോലെ തന്നെ ഇരിക്കുന്ന വളരെ ചെറിയൊരു ലീഫ് കാണാൻ പറ്റും. നോക്കൂ, ഈ ഒരു ലീഫിന്റെ താഴെ ഈ ലീഫിനെ പോലെ ഇരിക്കുന്ന ഒരു കുഞ്ഞു ലീഫ് കാണാം. അപ്പൊ ആ കുഞ്ഞൻ ലീഫിനെ നമ്മൾ പറയുന്ന പേരാണ് സ്റ്റിപ്യൂൾ എന്ന് പറയുന്നത്. അപ്പൊ റെഡ്യൂസ്ഡ് ലീഫ് ഇൻ ദ ലീഫ് ബേസ് ഈസ് നോൺ ആസ് സ്റ്റിപ്യൂൾ. Okay. In some leguminous plants, the leaf base may become swollen and which is called the pulvinus. അപ്പൊ ഇതെന്താ നോക്കി, ചില പയറുവർഗത്തിൽപ്പെട്ട ചെടികളിൽ അല്ലെ, ലെഗുമിനസ് പ്ലാന്റ് എന്ന് പറയുമ്പോൾ അറിയാം പയറുവർഗത്തിൽ. അപ്പൊ ആ ചെടികളുടെ ലീഫ് ബേസ് നമ്മൾ പരിശോധിക്കുകയാണ്. അതൊക്കെ സർ വരയ്ക്കുന്നുണ്ട് അവിടെ. അപ്പൊ നോക്കൂ, കുറച്ച് എങ്ങനെ ഇരിക്കുകയാണത്? സ്വള്ളൺ ആയിട്ടിരിക്കുകയാണ്, വീർത്തിരിക്കുകയാണ് അല്ലെ. ഈ ഒരു ഭാഗം കുറച്ച് വീർത്തിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ സ്വള്ളൺ ആയിട്ടിരിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പൾവിനസ്. അപ്പൊ ശരിക്കും ഈ ലീഫ് ബേസിൽ ഈ സ്വളൺ റീജിയൻ ആയിട്ടുള്ള പൾവിനസ് കാണപ്പെടുക എന്ന് പറയുന്നത് ലെഗുമിനസ് പ്ലാന്റ്സിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ആണ്. ഇനി നമ്മൾ ലെഗുമിനോസ എന്ന് പറയുന്ന ഒരു ഫാമിലി പഠിക്കും. ഫാമിലി പഠിക്കുമ്പോൾ നമ്മൾ ഈ പൾവിനസ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ അവിടെ നമ്മൾ പഠിക്കുക. അപ്പൊ ലീഫ് ബേസിൽ കാണുന്ന ലീഫ് ബേസ് അല്പം സോളനായിട്ടിരിക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പൾവിനസ് എന്ന് പറയുക. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന അടുത്തൊരു ഭാഗം എന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് ലീവ്സ് ആണ്. ഇലകൾ പല തരത്തിലുണ്ട്. അതെ, അപ്പോൾ അത് പ്രധാനമായിട്ട് നമ്മൾ സിമ്പിൾ ലീഫ് എന്നും പറയും, കോമ്പൗണ്ട് ലീഫ് എന്നും പറയാം. അപ്പൊ പ്രധാനമായിട്ട് ലീഫുകൾ 2 തരത്തിലാണുള്ളത്. ഒന്നാമത്തെ ടൈപ്പ് ലീഫിനെ നമ്മൾ എന്ത് പറയും? സിമ്പിൾ ലീഫ് എന്ന് പറയും. രണ്ടാമത്തെ തരത്തിലുള്ള ലീഫിനെ വിളിക്കുന്ന പേരാണ് കോമ്പൗണ്ട് ലീഫ് എന്ന് പറയും. ഓക്കെ, അപ്പൊ ടീച്ചറെ ആദ്യം നമുക്ക് എന്താണ് സിമ്പിൾ ലീഫ് എന്ന് നോക്കാം. ഓക്കെ, സിംഗിൾ ലാമിന ഈസ് അറ്റാച്ച്ഡ് വിത്ത് പീറ്റിയോൾ. അതായത് ഒരു ഒറ്റ ലാമിനയുള്ളൂ, അതായത് മേജർ പോർഷൻ, ഇതിനെ നമ്മൾ ലാമിന എന്ന് പറയാം. ഓക്കെ, അതിന്റെ തണ്ട്, ഇലയുടെ തണ്ട് അല്ലെ പീറ്റിയോൾ. അപ്പൊ പീറ്റിയോളുമായിട്ട് ഒരൊറ്റ ലാമിനേ ഉള്ളൂ. അപ്പൊ നോക്കൂ, ഒരു പീറ്റിയോൾ ഞാൻ വരച്ചു, അതിൽ നിന്ന് ഒരു ലീഫ് വരച്ചു. ഇത് സിമ്പിൾ ലീഫ് ആണ് എന്ന് പറയുമ്പോൾ അതിൽ ഒരു ലാമിന മാത്രം, ഒരു പീറ്റിയോൾ, ഈ കാണുന്ന ഒരു പീറ്റിയോളിൽ ഒരു ലാമിന മാത്രമേ അറ്റാച്ച് ചെയ്തിട്ടുള്ളൂ. ഇനി ടീച്ചറെ വേറൊരു കാര്യം കൂടെ, ചിലപ്പോൾ നമ്മുടെ കുട്ടികൾ കരുതും ഇത് ഇങ്ങനെ എൻഡയർ ലീഫ് ആയിരിക്കും എന്ന് വെച്ചാൽ അതിന്റെ മാർജിനിലൊന്നും പ്രത്യേകിച്ച് ഒരു ഇൻസിഷനും കാണുന്നില്ല, ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ടിരിക്കുന്ന ലീഫ് ആയിരിക്കും എന്ന് കരുതുന്നത്. എന്നാൽ ഇങ്ങനെ മാത്രമല്ല, നമുക്കിതേ ഞാൻ വരയ്ക്കാൻ പോകുന്നത് ഇങ്ങനെയാണ്. ഒരു സ്റ്റെമ്മിൽ നിന്ന് ഒരു ലീഫ് തന്നെയാണ് ഉണ്ടായത്, പക്ഷെ അതിന്റെ മാർജിൻസ് നോക്കിയാൽ ഇത്തരത്തിൽ കുറച്ച്
എന്തുണ്ട്? ഇൻസിഷൻസ് ഉണ്ട്. അതായത് ഒരു ലീഫ് തന്നെയാണ്, പക്ഷെ ആ ലീഫിനകത്ത് കുറെ അധികം ഇൻസിഷൻസ് കാണാൻ പറ്റും. പക്ഷെ അപ്പോഴും ടീച്ചറെ ആ ഇൻസിഷൻസ് ഒന്നും തന്നെ മിഡ്രിബിനെ കട്ട് ചെയ്തിട്ടില്ല. അപ്പൊ ഇതാണ് മിഡ്രിബ്. അപ്പൊ മിഡ്രിബിനെ കട്ട് ചെയ്യുന്ന തരത്തിൽ ഒരു ഇൻസിഷൻ പോലും ഇല്ല. അപ്പൊ നമ്മളിങ്ങനെ വരയ്ക്കുമ്പോ നമുക്ക് ലീഫ് ഒരു പീറ്റിയോളിനകത്ത് ഒരു ലീഫ് വരയ്ക്കുമ്പോൾ ഇങ്ങനെ ധാരാളം ഇൻസിഷൻസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വരയ്ക്കാൻ വേണ്ടിട്ട് പറ്റും. പക്ഷെ ആ ഒരു ഇൻസിഷൻസ് ഒന്നും തന്നെ ആരെ കട്ട് ചെയ്യരുത്? സിമ്പിൾ ലീഫിനകത്ത് മിഡ്രിബിനെ കട്ട് ചെയ്യരുത്. ഒരു മിഡ്രിബ് അല്ലേ ഉള്ളൂ, മറ്റൊന്നും കട്ട് ചെയ്യുന്നില്ല. അതെ, മിഡ്രിബ് ഇവിടെ വെച്ച് ഡിവൈഡഡ് ഒന്നും ആയിട്ടില്ല, ഒറ്റ മിഡ്രിബ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇൻസിഷൻസ് കണ്ടുകൂടാന്നൊന്നുമില്ല നമ്മുടെ സിമ്പിൾ ലീഫില്. അപ്പൊ ഇറ്റ്സ് ദ ലീഫ് ലാമിന ഈസ് എൻഡയർ ഓർ when incised. ചിലപ്പോ ഇൻസിഷൻസ് കാണാം അല്ലെ? The incisions do not touch the midrib. അതായത് മൊത്തത്തിൽ നേരത്തെ പറഞ്ഞ ഇൻസിഷൻസ് ഒന്നും ഇല്ലാത്ത ഈ ലീഫുകൾ ഉണ്ടാവാം, അതായത് എൻഡയർ ലീഫ് ഉണ്ടാകാം, അതല്ലെങ്കിൽ ഇതുപോലെ കട്ടിങ്സ് എല്ലാം ഇൻസിഷൻസ് ഇതുപോലത്തെ വരുന്നത് അല്ലെ? ഇൻസിഷൻസ് ഉണ്ടാവും, പക്ഷെ ആ ഇൻസിഷൻസ് എന്ത് ചെയ്യണമെന്നില്ല, മിഡ്രിബിനെ കട്ട് ചെയ്യില്ല. ഓക്കെ, അങ്ങനെയുള്ള ഇലകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? സിമ്പിൾ ലീഫ് എന്ന് പറയുക. ഓക്കെ, അതാണ്ട് ഇവിടെ ഒരു സിമ്പിൾ ലീഫ് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ടീച്ചറെ അടുത്ത് നോക്കുമ്പോൾ കോമ്പൗണ്ട് ലീഫ്. കോമ്പൗണ്ട് ലീഫ് എന്ന് പറയുമ്പോൾ ടീച്ചറിന് തന്നെ നോക്കിയപ്പോ മനസ്സിലായി, ഒരു പീറ്റിയോളിനകത്ത് ഒന്നിലധികം ലീഫ്. ഇവിടെ നോക്കിയാലും ഒന്നിലധികം ഇലകൾ നിൽപ്പുണ്ട്, ഇവിടെ നോക്കിയാലും ഒന്നിലധികം. ഇത് രണ്ടും ഡിഫറെന്റ് ആണ്. നമ്മളിപ്പോ പഠിക്കും കോമ്പൗണ്ട് ലീഫ് തന്നെ വീണ്ടും രണ്ട് തരത്തിലുണ്ട്, നമ്മൾ പഠിക്കും. ഓക്കെ, ഇവിടെ നോക്കുമ്പോഴും ഒന്നിലധികം ലീഫ്ലെറ്റ്സുകൾ ടീച്ചറിന് കാണാം, ഇവിടെ നോക്കുമ്പോൾ ഒന്നിലധികം ലീഫ് കാണാം. അപ്പോ ഇവിടെ നോക്കിയേ, നമ്പർ ഓഫ് ലീഫ്ലെറ്റ്സ് ആർ അറ്റാച്ച്ഡ് വിത്ത് പീറ്റിയോൾ. ഒരു പീറ്റിയോളിൽ ഒന്നിലധികം ലീഫ്ലെറ്റുകൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോമ്പൗണ്ട് ലീഫ് എന്ന് പറയാം. The incisions of the lamina reach up to the midrib, breaking it into a number of leaflets. നോക്കൂ ടീച്ചറെ, ഇവിടുത്തതാ ഈ പറയുന്ന ലീഫ് നമുക്ക് നോക്കാം. ഇതൊരു ടപ്പിയോക്കയുടെ ലീഫ് അല്ലെങ്കിൽ ഒരു സിൽക്ക് കോട്ടന്റെ ലീഫാണ്. ഈ ലീഫിനകത്ത് ഒരു ഇൻസിഷൻ ഉണ്ട്, പക്ഷെ ഇൻസിഷൻ ഇങ്ങ് താഴെ വന്ന് കട്ട് ചെയ്തു. നമ്മുടെ മിഡ്രിബിനെ കട്ട് ചെയ്താ ഇങ്ങോട്ടൊരു ബ്രാഞ്ച് അങ്ങ് പോയി മിഡ്രിബിന്റെ. ഇതിന് ഒരു ഇൻസിഷൻ ഇങ്ങനെ വന്നിട്ട് അത് ഇവിടെ എങ്ങ് കട്ട് ചെയ്തിട്ട് ഒന്നുകൂടെ ഡിവൈഡ് ചെയ്തു, നമ്മുടെ മിഡ്രിബിനെ ഒന്നുകൂടെ ഡിവൈഡ് ചെയ്ത് ഇതിനകത്തോട്ട് പോയി ഒരു മിഡ്രിബ്, പോകുന്നു ഒരു മിഡ്രിബ്, പോകുന്നു അടുത്ത മിഡ്രിബ്. ഇതുപോലെ ഓരോ ഇൻസിഷൻസും ആരെ കട്ട് ചെയ്യുന്നുണ്ട്? മിഡ്രിബിനെ കട്ട് ചെയ്ത് ഡിവൈഡ് ചെയ്ത് പല ലീഫ്ലെറ്റ്സ് ആയിട്ട് മാറുന്നുണ്ട്. ഇവിടെ നമുക്ക് മിഡ്രിബിനെ ഓക്കെ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്ത ഒരു കേസാണ്. ഡൈക്കോട്ടിന് ഒരു പ്രത്യേകതയുണ്ട്, എന്താ? ടാപ്പ് റൂട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ രണ്ടാമത്തെ പ്രത്യേകത ഇപ്പൊ സാറ് പറഞ്ഞു എന്താണ്? ദാറ്റ് ഈസ് ദ റെറ്റിക്കുലേറ്റ് വീനേഷൻ. അപ്പൊ നിങ്ങൾ ലീഫിൽ റെറ്റിക്കുലേറ്റ് വീനേഷൻ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് ആരായിരിക്കും? ഡൈക്കോട്ട് പ്ലാന്റ് ആയിരിക്കും. അതേപോലെ വൈൽ പാരലൽ വീനേഷൻ ഈസ് എ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് മോണോകോട്ടിലിഡൻസ്. അപ്പൊ ഇതും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു കൊടുത്തൊരു ഫൈബ്രസ് റൂട്ട് സിസ്റ്റം ഉള്ളത് എന്തിലായിരുന്നു? മോണോകോട്ടിലായിരുന്നു. അപ്പൊ ഒരു പ്ലാന്റ് നിങ്ങൾ എടുത്ത് നോക്കുമ്പോൾ അതിന് ഫൈബ്രസ് റൂട്ടും ആണ്, അതേപോലെ പാരലൽ വീനേഷൻ ആണെങ്കിൽ ഉറപ്പിച്ചോ മോണോകോട്ട് പ്ലാന്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഡൈക്കോട്ട് പ്ലാന്റുകളുടെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ആണ് റെറ്റിക്കുലേറ്റ് വീനേഷൻ. മോണോകോട്ട് പ്ലാന്റുകളുടെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ആണ് പാരലൽ വീനേഷൻ എന്ന് പറയുന്നത്. ഇനി ഇതുപോലെ തന്നെ ലീഫിന്റെ അടുത്തൊരു പ്രത്യേകത, ലീഫുമായി ബന്ധപ്പെട്ട അടുത്തൊരു ടേം ആണ് ഫില്ലോടാക്സി. ഫില്ലോടാക്സി പേര് കേൾക്കുമ്പോൾ ഒന്നും മനസ്സിലാവില്ല. ഫില്ലോടാക്സി. അപ്പൊ നോക്കാം ഫില്ലോടാക്സി എന്താണെന്നുള്ളത്. ഫില്ലോടാക്സി is the pattern of arrangement of leaves on the stem or branch. നമുക്കറിയാവുന്ന കാര്യമാണ്, ഇലകൾ കാണപ്പെടുന്നത് സ്റ്റെമ്മിനകത്ത് എല്ലാ പ്ലാന്റുകളിലും ഒരേപോലെയാണോ ഇലകൾ കാണപ്പെടുന്നത്? അല്ല, സ്റ്റെമ്മിനകത്ത് പല രീതിയിലാണ് അറേഞ്ച് ചെയ്ത് വെച്ചത്. അപ്പൊ ആ അറേഞ്ച്മെന്റിനെ നമ്മൾ പറയുന്ന പേരാണ് ഫില്ലോടാക്സി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ പ്രധാനമായിട്ട് 3 തരം ഫില്ലോടാക്സീസ് ഉണ്ട്. ഒന്നാമത്തെ ഫില്ലോടാക്സി നമ്മൾ ഓൾട്ടർനേറ്റ് ഫില്ലോടാക്സി എന്ന് പറയും, രണ്ടാമത് ഓപ്പോസിറ്റ് ഫില്ലോടാക്സി, മൂന്നാമത്തത് വേൾഡ് ഫില്ലോടാക്സി. പറഞ്ഞ ഇത്രയേ ഉള്ളൂ. ഒരു സ്റ്റെമ്മിൽ അല്ലെങ്കിൽ ബ്രാഞ്ചിൽ ഇലകൾ എങ്ങനെയാണോ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് അറേഞ്ച്മെന്റിനെ വിളിക്കുന്ന പേരാണ് ഫില്ലോടാക്സി എന്ന് പറയാം. ഫില്ലോടാക്സി പ്രധാനമായിട്ട് 3ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്നാമത്തത് ഓൾട്ടർനേറ്റ്, രണ്ടാമത്തത് ഓപ്പോസിറ്റ്, മൂന്നാമത്തത് വേൾഡ് ഫില്ലോടാക്സി. ഓക്കെ, നമ്മൾ ഇവിടെ 3ന്റെ ചിത്രം നമുക്കൊന്ന് കാണാൻ ടീച്ചർ. ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ നോക്കിയേ, 2 ലീഫുകൾ സ്റ്റെമ്മിന്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ഇതാണ് ഓപ്പോസിറ്റ് ഫില്ലോടാക്സി. ഇനി രണ്ടാമത് നമുക്ക് കാണാം ഓൾട്ടർനേറ്റ്. ഒരു ലീഫ് ഇവിടെ നിൽക്കുകയാണെങ്കിൽ അടുത്ത അതിന്റെ ഓൾട്ടർനേറ്റ് പൊസിഷനിലാണ് അടുത്ത. അതെ, വേറൊരു പ്രത്യേകത കൂടെ ഉണ്ട് ടീച്ചറെ. ഇവിടെ ഒരു നോഡിൽ ഒരു ലീഫ് അല്ലേ ഉള്ളൂ, എന്നാൽ ഇവിടെ ഒരു നോഡിലോ 2 ലീഫ് ഉണ്ട്. എന്നാൽ ഇങ്ങോട്ട് വരുമ്പോ ഒരു നോഡില് 2ലധികം ലീഫുകളുണ്ട്. ഇവിടെ നോക്കുമ്പോൾ തന്നെ 1 2 3 4 4 ചുറ്റിയാണ് ഇരിക്കുന്നത്. ഒരു വേൾഡ് പോലെ ഇരിക്കുന്നതുകൊണ്ടാണ് ഇതിനെ വേൾഡ് ഫില്ലോടാക്സി എന്ന് പറയുന്നത്. ഓക്കെ, 3ന്റെയും ഡെഫിനിഷൻ നമുക്ക് നോക്കാം ടീച്ചറെ. എന്താണ് ഓപ്പോസിറ്റ്, എന്താണ് ആൾട്ടർനേറ്റ്,
എന്താണ് വേൾഡ്. അപ്പൊ ആദ്യം നമുക്ക് ഓൾട്ടർനേറ്റ് ഫിലോടാക്സി എന്താന്ന് നോക്കാം. In alternate type of phyllotaxy, a single leaf arises at each node in alternate manner. അതായത് ഒരു നോഡിൽ നിന്ന് നോക്കിയേ ഒരു ലീഫ്, ഒറ്റ ലീഫ്. അടുത്ത നോഡിൽ നിന്ന് അടുത്ത ലീഫ് വരണം. പക്ഷെ അത് ഈ പൊസിഷനിലല്ല, അതെ, ഓൾട്ടർനേറ്റ് ആയിട്ടായിരിക്കും വരിക. വീണ്ടും അടുത്ത നോഡിൽ നിന്ന് വീണ്ടും അടുത്ത ലീഫ്, അത് വീണ്ടും ഈ പൊസിഷനിൽ വരുന്നു. അപ്പൊ ഇങ്ങനെ ഓൾട്ടർനേറ്റ് വരുന്നു. ഓക്കെ, അപ്പൊ ഇൻ ആൻ ഓൾട്ടർനേറ്റ് ടൈപ്പ് ഓഫ് ഫിലോടാക്സി സിംഗിൾ ലീഫ് അറൈസസ് ഫ്രം ഒരു നോഡിൽ നിന്ന് ഒരു ലീഫേ ഉള്ളേ ആൻഡ് ഇൻ ആൻ ഓൾട്ടർനേറ്റ് മാനർ. എക്സാമ്പിൾ ഈ മൂന്നെണ്ണം ഇമ്പോർട്ടന്റ് ആണ്. ടീച്ചറെ നമുക്ക് ഏതൊക്കെയാണ് എക്സാമ്പിൾ എന്ന് നോക്കാം. ഒന്നാമത്തത് ചൈന റോസ്, രണ്ടാമത്തെ മസ്റ്റാർഡ്, മൂന്നാമത്തെ സൺഫ്ലവർ. ഓക്കെ, ചൈന റോസ് അല്ലെങ്കിൽ ഹിബിസ്കസ് നമ്മുടെ ചെമ്പരത്തി, അതേപോലെ മസ്റ്റാർഡ് പറയുന്നുണ്ട്, അതേപോലെ സൺഫ്ലവർ പറയുന്നുണ്ട്. അപ്പൊ ഇത് മൂന്നുമാണ് എന്തിന്റെ എക്സാമ്പിൾ? ഓൾട്ടർനേറ്റ് ഫിലോടാക്സിക്ക് എക്സാമ്പിൾ. ഇനി അടുത്തതാണ് ഓപ്പോസിറ്റ് ഫിലോടാക്സി. നേരത്തെ നമ്മൾ ഫിഗർ കണ്ടു പഠിച്ചത് തന്നെയാണ്. അപ്പൊ എന്താന്ന് നോക്കാം. ഇവിടെ എത്ര ലീഫ് വരുന്നുണ്ടാവും? പെയർ ഓഫ് ലീഫ്, അതായത് രണ്ടെണ്ണം ഉണ്ടാവും അല്ലെ. ഒരു സ്റ്റെം നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ അതിൽ ഒരു നോഡിൽ നിന്ന് ഒരു ലീഫ് വരുന്നു, അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ അടുത്ത ലീഫ്. ഇങ്ങനെ പറയാം, ഒരു പെയർ ഓഫ് ലീവ്സ് വരുന്നുണ്ട്. അതെ, അപ്പൊ എ പെയർ ഓഫ് ലീവ്സ് അറൈസ് അറ്റ് ഈച്ച് നോഡ്. നേരത്തെ ഒരു ലീഫേ ഉള്ളായിരുന്നു, ഇപ്പൊ രണ്ട് ലീഫായി. പെയർ ഓഫ് ഓരോ നോഡിൽ നിന്നും ഒരു പെയർ ലീഫ് വരും. എന്നിട്ട് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് എങ്ങനെയാ? ഓപ്പോസിറ്റ് ലൈസ് ഓപ്പോസിറ്റ് ടു ഈച്ച് അതർ. രണ്ടുപേരും ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ ദിസ് ഈസ് നോൺ ആസ് ഓപ്പോസിറ്റ് ഫിലോടാക്സി. ഇനി സർ നമുക്ക് എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ എന്ന് പറയുന്നത് ഏതൊക്കെയാ? കലോട്രോപ്പിസ് ഉണ്ട്, അതോടൊപ്പം ഗുവാവയുണ്ട്. കലോട്രോപ്പിസ് എന്താണെന്ന് അറിയാം. എരിക് എന്ന് പറയുന്ന പ്ലാന്റ് ആണ്. ഇനി നമ്മൾ മുന്നോട്ട് വരുന്നിടത്ത് കലോട്രോപ്പിസിന്റെ എക്സാമ്പിൾ വരുന്നുണ്ട്. എരിക്, അതേപോലെ തന്നെ പേരമരം. ഓക്കെ, ഇനി അടുത്തതാണ് വേൾഡ് ഫിലോടാക്സി എന്ന് പറയാം. If more than two leaves arise at a node and form a whorl, it is called world phyllotaxy. അതായത് ഒരു നോഡിൽ നിന്ന് തന്നെ ഒരുപാട് രണ്ടിലധികം ഇലകൾ വരികയാണ്. അതൊരു വേള് പോലെ, ഒരു ചുറ്റു പോലെ കാണുകയാണ് ഉണ്ടാവുകയാണ്. അതായത് ഇതിന്റെ മുന്നോട്ടും ഈ സൈഡിലേക്ക് എല്ലാ ലീഫ് ഇങ്ങനെ വരികയാണ്. ടീച്ചറെ ഇതിന് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഓൾസ്റ്റോണിയുടെ മലയാളം എന്ന് പറഞ്ഞാൽ ഏഴിലംപാല എന്ന് പറയും. അപ്പൊ ഏഴിലംപാല നമ്മൾ നോക്കിയാൽ അതിന്റെ പേര് തന്നെ ഏഴിലംപാല. അപ്പൊ ഒരു വേളിൽ 7 ഇലകൾ ഇങ്ങനെ ചുറ്റും. അപ്പൊ ഇതൊരു സ്റ്റെം ആണെങ്കിൽ ഈ സ്റ്റെമ്മിന്റെ ചുറ്റും 7 ഇലകൾ ഇങ്ങനെ ഒരു ചുറ്റായിട്ടിരിക്കും. അടുത്ത സ്ഥലത്ത് വീണ്ടും 7 ഇലകൾ. അപ്പൊ എവിടെയെങ്കിലും നിങ്ങളത് കാണുകയാണെങ്കിൽ ശ്രദ്ധിക്കുക, അതാണ് ഏഴിലംപാല. 7 ഇലകൾ ഉണ്ടാവും ആ ഒരു വേളിനകത്ത്. അപ്പൊ അതിന്റെ ഫിലോടാക്സി ഏതാണ്? വേൾഡ് ഫിലോടാക്സി ആണ്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ടീച്ചറെ റൂട്ടും സ്റ്റെമ്മും ലീഫും പഠിച്ചു, ഒരുപാട് പ്രത്യേകതകളും പഠിച്ചു. അപ്പൊ നമ്മൾ പഠിക്കുമ്പോ നിങ്ങളൊരു ബൈ ഹാൻഡ് എക്സ്പീരിയൻസിൽ കൊടുത്ത് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അതായത് നിങ്ങളുടെ ചുറ്റും പരിസരത്തുള്ള ഒരു പ്ലാന്റ് എടുത്തിട്ട് ആ പ്ലാന്റിന് ഏത് ഫിലോടാക്സി ആണ്, എങ്ങനെയുള്ള വീനിയേഷൻ ആണ്, അതിന്റെ റൂട്ട് സിസ്റ്റം എങ്ങനെയാണ്, കുഞ്ഞുങ്ങളൊക്കെ ചെയ്യുന്ന കാര്യമാണ്. എന്നാലും നമ്മൾ എത്ര മുതിർന്നാലും ഈ പറയുന്ന ഒരു ബൈ ഹാൻഡ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ബയോളജിയിൽ വളരെ ഇമ്പോർട്ടന്റ്, പ്രത്യേകിച്ച് ബോട്ടണി ഇങ്ങനെയുള്ള ചാപ്റ്ററുകളിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അപ്പൊ നേരിട്ടുള്ള എക്സ്പീരിയൻസിലൂടെയാണ് പൊതുവേ നമ്മൾ ഇങ്ങനത്തെ ഉള്ള ചാപ്റ്റേഴ്സ് പഠിക്കുക. അപ്പൊ നിങ്ങൾ ഇങ്ങനെയുള്ള ചാപ്റ്റേഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ക്ലാസ്സസ് കൂടുതലായിട്ട് കാണുക. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിലെ എല്ലാ ടോപ്പിക്സും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ദെൻ താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.